ശബരിമല ദർശനത്തിനെത്തിയ യുവതികളെ പോലീസ് എരുമേലിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ബുധനാഴ്ച ദർശനത്തിനെത്തിയ രേഷ്മ നിശാന്തും ഷാനിലയുമാണ് വീണ്ടും ദർശനത്തിനെത്തിയത്. അന്ന് പ്രതിഷേധത്തെ തുടർന്ന് ഇരുവർക്കും ദർശനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. വിശദാംശങ്ങൾ നൽകാൻ അഭിറാം ചേരുകയാണ്. അഭിറാം, ഇന്നും യുവതികൾ എത്തുന്ന സാഹചര്യം, അതും വ്രതം നോറ്റ് കഴിഞ്ഞ ബുധനാഴ്ച ദർശനത്തിന് ശ്രമിച്ച അതേ യുവതികൾ തന്നെ വീണ്ടും സന്നിധാനത്ത് ദർശനത്തിനുള്ള ശ്രമവുമായി എത്തുമ്പോൾ നിലവിലെ സാഹചര്യം ഏതു തരത്തിലാണ്? അവരെങ്ങനെയാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. ക്രിസ്ത്യൻ ഇന്ന് പുലർച്ചോടെയാണ് നേരത്തെ ദർശനത്തെ രേഷ്മയും ഷബനും അടങ്ങിയ രണ്ടംഗ സംഘം നിലയ്ക്കലിലെത്തിയത്. തുടർന്ന് അവിടെ നിന്ന് പമ്പയിലേക്ക് എത്തുമെന്നായിരുന്നു നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർ എരുമേലിയിലേക്ക് മാറിയിരിക്കുകയാണ്. എരുമേലിയിലേക്ക് അവരെ മാറ്റിയിരിക്കുകയാണ് പോലീസ്. നമുക്കറിയാം, ഇന്നാണ് അവസാനമായി ഭക്തജനങ്ങൾക്ക് ശബരിമലയിൽ അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരമുള്ളൂ. അത് കഴിഞ്ഞാൽ രാജകുടുംബം അടക്കമുള്ളവർക്ക് പിന്നീട് ഈ ദർശനത്തിന് സാധ്യത തന്നെ. ഇന്ന് വലിയ തിരക്ക് ഇപ്പോഴും ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അവസാന ദിവസം അയ്യപ്പനെ കാണാൻ നിരവധി ഭക്തർ തീർത്ഥാടകർ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. അത് കണക്കിലെടുത്ത് തന്നെയാണ് ഈ പോലീസിന്റെ നീക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച എത്തിയപ്പോൾ ഇവർക്ക് ഇവിടെ നിന്ന് പ്രതിഷേധത്തിൽ നിന്ന് മടങ്ങേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. രേഷ്മയ്ക്ക് നേരെ കയ്യേറ്റം അടക്കമുള്ള ശ്രമങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. തുടർന്ന് അവർ ഇവിടെ നിന്ന് പ്രതിഷേധത്തുടൻ തന്നെ അന്ന് ഇവിടെ നിന്ന് പോലീസ് അവരെ മാറ്റുകയും ചെയ്തിരുന്നു. ഇന്നും ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമല്ല. ഇന്ന് ഇവർ എത്തുകയാണെങ്കിൽ പ്രതിഷേധത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നിലവിൽ ഈ ഒരു അവസ്ഥയിൽ അവർക്കിവിടെ ദർശനം ഒരുക്കുകയാണെങ്കിൽ അത് മറ്റ് തീർത്ഥാടകർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തന്നെയാണ് പോലീസ് നമ്മളോട് പറയുന്നത്. അത്തരത്തിൽ ഈ അവസാന നിമിഷം ഇത്രയധികം തീർത്ഥാടകരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ളൊരു ദർശനം സാധ്യമാക്കുന്ന കാര്യത്തിൽ പോലീസിൽ നേരത്തെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അത് കണക്കിലെടുത്ത് തന്നെയാണ് പോലീസ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ന് രാവിലെ എത്തിയ ഈ സംഘം നേരത്തെ തന്നെ മജിസ്ട്രേറ്റ് അടക്കമുള്ളവരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു നീക്കത്തിലുള്ള അപാകതയെക്കുറിച്ച് മജിസ്ട്രേറ്റ് ഇവരുമായി വ്യക്തമായി തന്നെ സംസാരിച്ചിരുന്നു. ഏത് രീതിയിലാകും നടപടി ഉണ്ടാവുക, ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും, ഈ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ, ഈ ഒരു ദർശനം നടത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിലേക്കുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗത്തിന് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി തന്നെ പോലീസ് ഇവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു മടക്കം എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയാണ് നിരവധി സ്ത്രീകൾ ശബരിമലയിലേക്ക് എത്തുവാൻ സംബന്ധിച്ചുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ ഒരു രണ്ട് യുവതികളും ശബരിമലയിലേക്ക് എത്തുന്നതും. ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഇത്തരമൊരു അവസ്ഥയിൽ നിലവിൽ ശബരിമലയിലേക്ക് ഇല്ല എന്നാണ് നവോത്ഥാന കേരളം ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഒരു നീക്കം തൽക്കാലം ഞങ്ങൾ മുതിരുന്നില്ല എന്ന് കൃത്യമായി തന്നെ അവർ നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് യുവതികളും നിലവിൽ ശബരിമല ദർശനം എത്തുകയില്ല, പമ്പയിലേക്ക് എത്തുകയില്ല, നിലയ്ക്കൽ നിന്ന് അവർ എരുമയിലേക്ക് മടങ്ങുകയാണ്. തുടർന്ന് അവിടെ നിന്ന് എവിടേക്ക് പോകുമെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ നോക്കാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ഈ രണ്ട് യുവതികളും ശബരിമലയിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ്. ഈ ഒരു അവസ്ഥയിൽ ഇവിടേക്ക് എത്തേണ്ട എന്ന് സംബന്ധിച്ച തീരുമാനത്തിൽ യുവതികളും പോലീസും എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ക്രിസ്ത്യൻ അഭിറാം, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയായിരുന്നു ഇത്തവണയും യുവതികൾ എത്തിയത്? കാരണം ഇവർ മാത്രമാണോ ഇന്ന് വന്നത്, അതോ ഇവരുടെ സംഘത്തിൽ കൂടുതൽ ആൾക്കാർ ഉൾപ്പെടുന്ന തരത്തിലാണോ വന്നിരിക്കുന്നത്? അതിന്റെ കൂടി വിശദാംശങ്ങൾ. രണ്ട് യുവതികളടങ്ങിയ ഒരു സംഘമാണ് എത്തിയത്. ഒരു കാറിലാണ് ഇവർ അവിടെ എത്തിയത്. അതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ രണ്ടുപേരടങ്ങുന്ന ഒരു സംഘം എത്തുന്നു. അതിനകത്ത് ഡ്രൈവർ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ ആൾക്കാർ ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല. മറ്റ് വാഹനങ്ങൾ ഉണ്ടായതിനെ സംബന്ധിച്ച് നമുക്ക് പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുമില്ല. എന്തായാലും ഈ കഴിഞ്ഞ തവണ ഇവർക്ക് മടങ്ങേണ്ടി വന്നത് പ്രതിഷേധത്തിലൊന്നാണ്. വലിയ പ്രതിഷേധം ഇവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ ഇത്തവണ അത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ പോലീസ് ശ്രമിച്ചില്ല. കാരണം നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവസാന ദർശനത്തിനുള്ള ദിവസമാണ് ഇന്ന്. ആ ഒരു സമയത്ത് ഇത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇത്തരമൊരു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഏത് രീതിയിൽ മറ്റ് തീർത്ഥാടകരെ കൂടി ബാധിക്കുമെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ പോലീസിനുണ്ട്. ആ ഒരു ധാരണ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അത് കൃത്യമായി തന്നെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. ഒരു വലിയ ഒരു ആസൂത്രിതമായ നീക്കത്തിലേക്ക് പോയി ഇവരെ പ്രവേശിപ്പിച്ചൊരു സംഘർഷം ഉണ്ടാക്കാൻ പോലീസ് ആഗ്രഹിക്കുന്നില്ല. അത്തരമൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് സ്ഥിതിഗതികൾ കൂടെ രൂക്ഷമാക്കാൻ ഉപയോഗപ്പെടുകയുള്ളൂ. ഞാൻ പലപ്പോഴായി പറഞ്ഞതുപോലെ തന്നെ നല്ല തീർത്ഥാടന തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. വലിയ ഒരു അവസാന ദിവസത്തെ ഒരു തീർത്ഥാടന തിരക്ക് ഇപ്പോഴും ശബരിമല അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തിരക്കുള്ള സമയത്ത് ഇത്തരം ഒരു നീക്കത്തിന് പോലീസ് മുതിരുന്നില്ല എന്ന് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. ഈ രണ്ട് യുവതികളും നേരത്തെ പ്രക്ഷേപത്തിലൊന്നും മടങ്ങിയെങ്കിലും വീണ്ടും അവർ എത്തുകയായിരുന്നു. ഈ നേരത്തെ തന്നെ ഇവർ എത്തും എന്ന് സംബന്ധിച്ച് ഇവർ പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായി ഇന്ന് രാവിലെയാണ് ഇവർ എത്തിയത്. ആദ്യം നിലയ്ക്കൽ എത്തുകയും തുടർന്ന് അവിടെ നിന്ന് പമ്പയിലേക്ക് വരാനുമായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ ഈ നിലയ്ക്കൽ വെച്ച് തന്നെ ഇവർ ഈ ഒരു നീക്കം ഉപേക്ഷിച്ചിരിക്കുകയാണ്.
പുരോഗമിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. ഈ ഒരു കാര്യത്തിൽ ഇവർ ഇപ്പോൾ നിലയ്ക്കൽ എത്തി എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായിരുന്നത്. പക്ഷേ തുടർന്ന് അവിടെ നിന്ന് അവർക്ക് പ്രതിഷേധം ഉണ്ടായില്ലെങ്കിൽ പോലും പോലീസുമായി സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. മജിസ്ട്രേറ്റുമായി അടക്കം സംസാരിക്കുകയും ഇവിടുത്തെ സ്ഥിതിഗതികൾ പൂർണ്ണമായി തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഇപ്പോൾ ഇവർ എരുമേലിയിലേക്ക് പോകുന്ന നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. തുടർന്ന് അവിടെ നിന്ന് എവിടേക്ക് മാറ്റം സംബന്ധിച്ച് നമുക്ക് പൂർണ്ണമായ കാര്യങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. പക്ഷേ എന്തായാലും ഈ ഒരു സംഘം നിലവിൽ സന്നിധാനത്തേക്ക് എത്തുന്നില്ല, ദർശനം നടത്താനായി അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. ക്രിസ്ത്യൻ, ശബരിമല നട നാളെ അടയ്ക്കാനിരിക്കെ ശബരിമല ദർശനത്തിന് വീണ്ടും ശ്രമിച്ച യുവതികൾ. എന്നാൽ പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്ത് പോലീസ് ഇവരെ എരുമേലിയിലേക്ക് മാറ്റി. വിശദാംശങ്ങൾ നൽകിയത് അഭിറാമാണ്. മണ്ഡല മകരവിളക്ക് കാലത്ത് 51 യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന സർക്കാർ വാദം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെർച്വൽ ക്യൂ പ്രകാരം നിലയ്ക്കലും പമ്പയിലും മരക്കൂട്ടത്തും സന്നിധാനത്തും പരിശോധന നടത്തിയാണ് യുവതികൾ അയ്യപ്പ ദർശനം നടത്തിയത്. വെർച്വൽ ക്യൂ പ്രകാരം ഓരോ വ്യക്തികളും സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കണക്കുകളാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ടെലിഫോൺ നമ്പർ, നിങ്ങളുടെ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നിവ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാർഡ് കിട്ടും, വെർച്വൽ ക്യൂ കാർഡ്. നിങ്ങൾക്ക് നടപ്പന്തലിൽ അവിടെ ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോയി ദർശനം നടത്തിയേ പോകാനൊക്കുള്ളൂ. പിന്നെ ആ ക്യൂവിൽ തിരിച്ചു പോകാനൊക്കില്ല. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ 51 ആൾക്കാർ ദർശനം നടത്തിയെന്നുള്ളത്. ആ ദർശനം നടത്തിയിരിക്കുന്നു. ദർശനം നടത്തിയ യുവതികൾ കൂടുതൽ സമർപ്പിച്ചത് ആധാർ വിവരങ്ങളാണ്. ആധാർ വിവരങ്ങളിലെ ചെറിയ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. വിധിയുടെ അടിസ്ഥാനത്തിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള 7564 സ്ത്രീകൾ അയ്യപ്പ ദർശനത്തിനായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവരിൽ 51 പേർ പ്രശ്നങ്ങളില്ലാതെ സന്നിധാനത്തെത്തുകയും ദർശനം നടത്തിയെന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. 16 ലക്ഷം പേർ ഇത്തവണ വെർച്വൽ ക്യൂ പ്രകാരം ബുക്ക് ചെയ്തിരുന്നു. ഇതിൽ 8.2 ലക്ഷം പേർ മാത്രമേ ദർശനം നടത്തിയുള്ളൂ. വ്യക്തമായ കമ്പ്യൂട്ടർ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചത്. സർക്കാരിനെതിരെ ആരോപണങ്ങൾ നിരവധി പേർ ഉന്നയിക്കുന്നത് ദർശനം നടത്തിയവരുടെ അഡ്രസ്സുകളും മറ്റും തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ്. പക്ഷേ ഇത് ഓരോ ഭക്തരും സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കണക്കുകളാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണിതെന്ന് കേരളത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ജി പ്രകാശൻ ചൂണ്ടിക്കാണിച്ചു. ഗവൺമെന്റ് സിംപ്ലി അതിന്റെ അപ്ലോഡ് ചെയ്തതിൽ നിന്ന് ആപ്ലിക്കേഷൻ വെച്ചിട്ട് 10നും 50നും ഇടയ്ക്കുള്ള സ്ത്രീകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് മാത്രം കണ്ടുപിടിച്ചിട്ട് ചെയ്ത് കൊടുത്ത ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ആക്ഷേപം ഒന്നും ഉന്നയിക്കാൻ ആർക്കും കഴിയില്ല. 51 പേരുടെയും പേര്, വയസ്സ്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, വിലാസം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പട്ടികയിലുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നും ഹരീഷ് ചരങ്ങാട്ട്. ശബരിമലയിൽ മകരമാസ പൂജ നാളെ അവസാനിക്കും. രാവിലെ നടയടച്ച് മേൽശാന്തി പന്തളം രാജ പ്രതിനിധിക്ക് താക്കോൽ കൈമാറുന്നതോടെയാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത്. അതേസമയം തുടക്കം സംഘർഷഭരിതമായിരുന്നുവെങ്കിലും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും കൃത്യമായ ഇടപെടൽ ശബരിമലയെ ശാന്തമാക്കിയെന്ന് ബോർഡംഗം അഡ്വക്കേറ്റ് വിജയകുമാർ പറഞ്ഞു. ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടച്ചാൽ മല കയറി വരുന്ന ഭക്തർക്കുള്ള ദർശനം അവസാനിക്കും. നാളെ രാവിലെ നട തുറന്ന് പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള പ്രത്യേക പൂജയും കഴിഞ്ഞ് നടയടയ്ക്കുന്നതോടെയാണ് മകരമാസ പൂജ അവസാനിക്കുന്നത്. ചിത്തിരാട്ട വിശേഷത്തിന് നട തുറന്നപ്പോൾ തന്നെ സന്നിധാനത്ത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഘപരിവാർ സംഘടനകൾ അക്രമം അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ ശബരിമല ഇപ്പോൾ ശാന്തമാണെന്നും സംഘപരിവാറുകാരുടെ വ്യാജപ്രചരണങ്ങളും അക്രമവും അവസാനിപ്പിക്കുവാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനുമായെന്നും ബോർഡംഗം അഡ്വക്കേറ്റ് എൻ വിജയകുമാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഗവൺമെന്റും അതുപോലെ ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡും എടുത്തിട്ടുള്ള നിലപാടുകളും ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടാണ് ആദ്യഘട്ടത്തിലെ ഈ സംഘർഷാവസ്ഥ മറികടക്കുവാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ വൻപിച്ച പ്രചരണമാണ് ശബരിമലയ്ക്കെതിരായിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തിയത്. ശബരിമലയിൽ കാണിക്കയിടരുത്, അതെല്ലാം ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള തെറ്റായ പ്രചരണം അവർ നടത്തി. ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റിൽ വിഹിതം നൽകിക്കൊണ്ട് ശബരിമലയെ സഹായിക്കുന്ന, ദേവസ്വം ബോർഡിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നാളെ രാവിലെ നട തുറന്ന ഭസ്മാഭിഷേകവും നടത്തി അയ്യപ്പനെ യോഗദണ്ഡം ധരിപ്പിച്ച പന്തളം രാജപ്രതിനിധിക്ക് ദർശനം നൽകി നടയടയ്ക്കും. ശേഷം മേൽശാന്തി ക്ഷേത്രത്തിന്റെ താക്കോൽ രാജപ്രതിനിധിക്ക് നൽകും. തുടർന്ന് 18ാം പടി ഇറങ്ങി രാജാവ് ഇനിയുള്ള ഒരു വർഷത്തേക്ക് പൂജയ്ക്കുള്ള ചിലവിനായി കിഴിപ്പണവും താക്കോലും ദേവസ്വം മാനേജരെ ഏൽപ്പിക്കും. പിന്നീട് തിരുവാഭരണവുമായി പന്തളം കൊട്ടാര പ്രതിനിധി മലയിറങ്ങും.
ഇതോടെ മണ്ഡല മകരവിളക്കുത്സവവും തുടർന്നുള്ള മകരമാസ പൂജയും അവസാനിക്കും. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം. പീപ്പിൾ എക്സ്ക്ലൂസീവ് മുനമ്പം മനുഷ്യക്കടത്തിൽ വഴിത്തിരിവ്. മുനമ്പം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച തിരികെ എത്തിയ ആൾ പിടിയിൽ. ദില്ലി സ്വദേശി പ്രഭുവാണ് പോലീസ് പിടിയിലായത്. ഇയാൾക്ക് മനുഷ്യക്കടത്തിൽ കൂടുതൽ കണ്ണികളെക്കുറിച്ച് വിവരം ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശരത് ചേരുകയാണ്. ശരത്, മുനമ്പം മനുഷ്യക്കടത്തിൽ നിർണായകമാകുന്ന വഴിത്തിരിവാകുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ ദില്ലി സ്വദേശി ഏത് തരത്തിലാണ് പിടിയിലായത്? കൂടുതൽ വിശദാംശങ്ങൾ. ക്രിസ്റ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ മുനമ്പം മനുഷ്യക്കടത്ത് വിഷയത്തിൽ ഏറെ വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു പിടികൂടലാണ് ഇന്നലെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ദില്ലിയിലുണ്ടായത്. മുനമ്പം വഴി വിദേശത്തേക്ക് ന്യൂസിലൻഡിലേക്ക് കടന്ന 230 പേരെ കുറിച്ചും വിവരം നൽകാൻ വേണ്ടി പറ്റുന്ന പ്രഭു എന്നയാളാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പോലീസിന്റെ പിടിയിലായത്. ഇയാളുടെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ വിദേശത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച് ജനുവരി 12 പുലർച്ചെ മുനമ്പം വഴി പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പ്രഭു ഉൾപ്പെടെ 19 പേരെ കൂട്ടാതെ ഇവരെ പറ്റിച്ച് കടന്നു കളയുകയായിരുന്നു എന്നുള്ള വിവരമാണ് പ്രാഥമികമായി ഇപ്പോൾ പോലീസിന് പ്രഭു നൽകിയിരിക്കുന്നത്. തന്റെ ഭാര്യ ഉൾപ്പെടെ ഇത്തരത്തിൽ പോയിട്ടുണ്ട് എന്നും പ്രഭു സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തനിക്ക് വിദേശത്തേക്ക് പോകാൻ ഇത് ബോട്ട് മാർഗം വിദേശത്തേക്ക് പോകാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഇദ്ദേഹം തിരികെ എത്തുകയായിരുന്നു. തിരികെ എത്തി വീട്ടിൽ വിശ്രമിക്കുന്ന വേളയിലായിരുന്നു കേരള പോലീസ് പ്രഭുവിന്റെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ ഇയാളെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ദില്ലി അംബേദ്കർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഏറെ നേരം ഇയാളെ ചോദ്യം ചെയ്തിരുന്നു കേരള പോലീസ്. തുടർന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ കപ്പലിൽ പോയി എന്നുള്ള ഒരു വിവരവും അവർ പറഞ്ഞിട്ടുണ്ട്. താൻ ഉൾപ്പെടെയുള്ള 19 ആളുകൾ ഇത്തരത്തിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കാത്ത ആളുകളുണ്ട്. ഈ 19 ആളുകളും തിരികെ ദില്ലിയിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരവും പ്രഭു ഇപ്പോൾ കേരള പോലീസിന് നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഏറെ നിർണായകമായ പങ്കുണ്ട്. കാരണം ഇതിലെ സൂത്രധാരന്മാർ മനുഷ്യക്കടത്തിന്റെ സൂത്രധാരന്മാരുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ് ഇപ്പോൾ പ്രഭു എന്നുള്ള ഒരു വിവരമാണ് പ്രാഥമികമായി പോലീസിന് ഉള്ളത്. അതിനാൽ തന്നെ അന്വേഷണം കൂടുതൽ ദ്രുതഗതിയിലാക്കാനും അതുപോലെ തന്നെ മറ്റു വിശദാംശങ്ങളും ഒക്കെ തന്നെ ലഭിക്കാൻ പ്രഭുവിന്റെ ഈ ഒരു അറസ്റ്റ് വഴിവെക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇന്നലെ രാത്രിയായിരുന്നു ഇയാളെ കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കേരള പോലീസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് തന്നെ പോലീസ് ഇവിടെ കേരളത്തിൽ എത്തിച്ചതിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കേരളത്തിന് പുറത്തു നിന്നും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഒരു അറസ്റ്റ് എന്നുള്ളതിനിൽ ഏറെ ഒരു പ്രാധാന്യം തന്നെയാണ് ഈ ഒരു കേസിനുള്ളത്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിശദാംശങ്ങൾ, ആരൊക്കെയാണ് സൂത്രധാരന്മാർ എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ വിവരം ലഭിക്കാൻ ഈ പ്രഭുവിന്റെ അറസ്റ്റ് വഴി സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് കേരള പോലീസ് ഉള്ളത്. ഏതായാലും ഇന്ന് പുലർച്ചയോടുകൂടി കൊച്ചിയിൽ എത്തിക്കുമെന്നുള്ള ഒരു വിവരമാണ് നേരത്തെ പോലീസ് നൽകിയിരിക്കുന്നത്. കസ്റ്റഡിയിൽ എപ്പോൾ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുമെന്നതിനെ സംബന്ധിച്ച് അല്പസമയത്തിനകം വ്യക്തത വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ക്രിസ്റ്റി. ശരത്, അതോടൊപ്പം തന്നെ ഈ ന്യൂസിലൻഡിലേക്ക് 230 പേരെന്നുള്ളത് കൃത്യമായ കണക്ക് തന്നെയാണോ, അതോ ഇനിയും ഈ പട്ടിക നീളാനുള്ള സാഹചര്യമുണ്ടോ? കാരണം ഈ പ്രഭുവിനെ ചോദ്യം ചെയ്യലിൽ നിന്ന് നിർണായകമായ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ പ്രാഥമികമായി ലഭിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം ഇനി ഏത് തരത്തിലാവും ഈ ഒരു അന്വേഷണം വിപുലീകരിക്കുക എന്നതിന്റെ കൂടി വിശദാംശങ്ങൾ. ക്രിസ്റ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രഭുവിന്റെ മൊഴിയിൽ പറയുന്നത് 230 പേര് പോയി എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രദേശവാസികളോടൊക്കെ തന്നെ സംസാരിച്ചപ്പോഴും 230 പേർ ന്യൂസിലൻഡിലേക്ക് പോയി എന്നുള്ള ഒരു വിവരം തന്നെയാണ്. മുനമ്പം വഴി ന്യൂസിലൻഡിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഇവർ നൽകുന്ന മൊഴി. ഇതിൽ എത്രത്തോളം പോലീസ് ആധികാരികമായി ഈ 230 എന്നുള്ള സംഖ്യ എങ്ങനെ എത്തിയെന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രദേശവാസികളൊക്കെ തന്നെയും ഈ 230 പേരാണ് എന്നുള്ള ഒരു സാക്ഷ്യപ്പെടുത്തൽ തന്നെയാണ് നടത്തുന്നത്. ഇതിൽ 19 പേർക്കാണ് കടൽ വഴി കടക്കാൻ വേണ്ടി ന്യൂസിലൻഡിലേക്ക് പോകാൻ വേണ്ടി സാധിക്കാഞ്ഞത്. അവരൊക്കെ തന്നെ തിരികെ വരികയായിരുന്നു ചെയ്തത്. ട്രെയിൻ വഴിയും ഒക്കെ തന്നെ തിരികെ വരികയാണ്. ഇന്നും നാളെയുമായി ഈ 19 ആളുകളിൽ പ്രഭു ഒഴികെയുള്ള മറ്റ് 18 ആളുകളും തിരികെ എത്തുമെന്നുള്ളത് തന്നെയാണ് പോലീസും പറയുന്നത്. ഇവരുടെ മേൽവിലാസങ്ങളിലൊക്കെ തന്നെ പോലീസ് കൃത്യമായ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ
ദില്ലി പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് പ്രഭുവിനെ പിടികൂടാൻ വേണ്ടി പോലീസിന് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൃത്യമായുള്ള ഇവരെ ഈ 19 പേരെയും കൂടി കണ്ടെത്തുന്നതോടുകൂടി കൃത്യമായി സൂത്രധാരന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം നേരത്തെ 2 അംഗ അന്വേഷണ സംഘമായിരുന്നു കേരളത്തിൽ നിന്ന് ദില്ലിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതിന്റെ കണ്ണികൾ വിപുലമാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് 2 പേരെ കൂടി കേരളത്തിൽ നിന്നും ദില്ലിയിലേക്ക് ഈ ഒരു ചുമതല അന്വേഷണത്തിന്റെ ഭാഗമായി കേരള പോലീസ് അയച്ചിരുന്നു. ഇപ്പോൾ 4 പേരടങ്ങുന്ന സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഈ ദില്ലി ബന്ധങ്ങൾ പരിശോധിക്കാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ദില്ലിയിലെത്തി 3-ാം ദിവസം തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയെ പിടികൂടാൻ വേണ്ടി സാധിച്ചു, അല്ലെങ്കിൽ സൂത്രധാരന്മാരെ പറ്റിയുള്ള വിവരം നൽകാൻ വേണ്ടി പറ്റുന്ന ആളെ പിടികൂടാൻ സാധിച്ചു എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസം നൽകുന്ന കാര്യം. ക്രിസ്റ്റി, മുനമ്പം മനുഷ്യക്കടത്തിൽ വഴിത്തിരിവ്. മുനമ്പം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഒരാൾ പിടിയിലായി. ദില്ലി സ്വദേശി പ്രഭുവാണ് പിടിയിലായത്. വിശദാംശങ്ങൾ നൽകിയത് ശരത്ത്. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. മുൻ യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാർ ഉൾപ്പെടെയുള്ള JNU വിദ്യാർത്ഥി നേതാക്കൾ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചെന്നാരോപിക്കുന്ന ദില്ലി പോലീസിന്റെ കുറ്റപത്രം ഇന്ന് പരിഗണിക്കും. ദില്ലി പട്യാല ഹൌസ് മെട്രോപൊളിറ്റൻ കോടതിയാണ് കുറ്റപത്രം പരിഗണിക്കുക. JNUവിൽ 2016 നടന്ന വിദ്യാർത്ഥി റാലിയിൽ ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുവെന്നാണ് കേസ്. സംഭവം നടന്ന 3 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയായിരുന്നു പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നിലെ രാഷ്ട്രീയ താൽപര്യം നേരത്തെ വിമർശിക്കപ്പെട്ടിരുന്നു. രാജ്യദ്രോഹ കുറ്റം കൂടാതെ കലാപമുണ്ടാക്കൽ, അനധികൃതമായ സംഘം ചേരൽ, കള്ളരേഖ ചമയ്ക്കൽ തുടങ്ങിയ 8ഓളം വകുപ്പുകളും കനയ്യകുമാർ ഉൾപ്പെടെയുള്ള 10 പേർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് ഇന്ത്യ റാലി ഇന്ന്. BJPക്കെതിരെ പ്രതിപക്ഷ ഐക്യമുയർത്താൻ ലക്ഷ്യമിട്ടാണ് റാലി. പശ്ചിമ ബംഗാളിലെ ബ്രിഗേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന റാലിയിൽ 40 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് തൃണമൂൽ അവകാശവാദം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നില്ലെങ്കിലും ഒരുമിച്ച് നിന്ന് നമ്മൾ ശക്തമായ സന്ദേശം നൽകിയിരിക്കുന്നുവെന്ന് വ്യക്തമാക്കി പിന്തുണക്കത്ത് രാഹുൽ മമതയ്ക്ക് അയച്ചിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെ, HD ദേവഗൌഡ, HD കുമാരസ്വാമി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള, NCP നേതാവ് ശരത് പവാർ, RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് തുടങ്ങിയവർ റാലിയിൽ പങ്കെടുക്കും. ഇടതുപക്ഷ പാർട്ടികൾ റാലിയിൽ പങ്കെടുക്കില്ല. മമതയുടെ റാലിക്ക് ബദലായി ഫെബ്രുവരി 3-ന് ഇടതുപക്ഷ പാർട്ടികൾ മഹാറാലി സംഘടിപ്പിക്കുന്നുമുണ്ട്. സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യ കുടിശ്ശിക തീർത്ത് പിന്നോക്കക്ഷേമ വികസന വകുപ്പ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വരുത്തിയ 189 കോടി രൂപയുടെ കുടിശ്ശിക തീർക്കാൻ 200 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. സംസ്ഥാനത്തെ OEC, SCBC വിഭാഗങ്ങൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് 200 കോടി രൂപ സർക്കാർ വീണ്ടും അനുവദിച്ചു. ഈ വർഷം ബഡ്ജറ്റ് വിഹിതമായി ലഭിച്ച 223 കോടി രൂപയ്ക്ക് പുറമെയാണ് അധിക ധനാനുമതിയിലൂടെ 200 കോടി രൂപ അനുവദിച്ചത്. ഇതോടെ OEC, SCBC വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിൽ ഉണ്ടായിരുന്ന കുടിശ്ശിക പൂർണ്ണമായും തീരും. 30 സമുദായങ്ങളെ കൂടി OEC വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് അർഹതപ്പെടുത്തിയിരുന്നു. LDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ OEC, SCBC വിഭാഗം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യ ഇനത്തിൽ 189 കോടി രൂപ കുടിശ്ശിക ഉണ്ടായിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് ആവശ്യമായ തുക ബജറ്റിൽ വകവയ്ക്കാത്തത് മൂലമാണ് കുടിശ്ശിക വന്നത്. നിലവിൽ OEC ആനുകൂല്യം ലഭിക്കുന്ന 8 സമുദായങ്ങൾക്ക് പുറമെ 30 സമുദായങ്ങളെ കൂടി വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കായി പരിഗണിച്ചപ്പോൾ ഏതാണ്ട് 200 കോടി രൂപയുടെ വർധനവാണ് പ്രതിവർഷം ഉണ്ടായിട്ടുള്ളത്. ഇതുവരെയായി 732.35 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുന്നതിനും അടുത്ത വർഷം മുതൽ കുടിശ്ശിക ഇല്ലാതെ കൃത്യമായി OEC, SCBC വിദ്യാഭ്യാസ ആനുകൂല്യം വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ്. ഇതനുസരിച്ചാണ് പുതിയ നടപടി. ഇപ്പോൾ അനുവദിക്കുന്ന അധിക തുകയായ 200 കോടി രൂപ വിതരണം ചെയ്യുന്നതോടെ SCBC, OEC വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ ഭക്തരെ ഇളക്കിവിട്ട് വോട്ടാക്കി മാറ്റാമെന്ന BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം പ്രബുദ്ധ കേരളത്തിൽ നടക്കില്ലെന്ന് CPI ദേശീയ കൺട്രോൾ കമ്മീഷൻ അധ്യക്ഷൻ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. BJPയുടെ പിറകെ നടക്കുന്നവരാണ് UDF. നവോത്ഥാന പാരമ്പര്യമുള്ള കേരളത്തിൽ BJPക്കാരന് ഒരു പങ്കുമില്ല. കേരളത്തിലെ വികസനത്തിലും ഒരു പങ്കുമില്ലാത്ത പാർട്ടിയാണ് BJP എന്നും അദ്ദേഹം പറഞ്ഞു. മേയറെയും ജനപ്രതിനിധികളെയും ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് LDF നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ചിന്നക്കട പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു
പന്നിൻ രവീന്ദ്രൻ. സിപിഐ സിറ്റി കമ്മിറ്റി സെക്രട്ടറി എ ബിജു അധ്യക്ഷനായി. മുൻമന്ത്രി പി കെ ഗുരുദാസൻ, എം നൌഷാദ് എംഎൽഎ, മേയർ വി രാജേന്ദ്രബാബു, സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എക്സ് ഏണസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. കാസർഗോഡിന്റെ സാംസ്കാരിക കൂട്ടായ്മ വീണ്ടും സജീവമാകുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് നിരവധി കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ശക്തിപ്പെടുത്തുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഒരു കാലത്ത് സമ്പന്നമായിരുന്ന കാസർഗോഡിന്റെ സാംസ്കാരിക കൂട്ടായ്മ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ടതാണ് ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ചെയർമാനായുള്ള കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റി. കലാ സാംസ്കാരിക പ്രവർത്തകരാണ് ഇതിലെ അംഗങ്ങൾ. ഈ പുതുവർഷത്തെ കാസർകോട്ടുകാർ വരവേറ്റത് നഗരസഭയുടെ ഓപ്പൺ തിയേറ്ററായ സന്ധ്യാരാഗത്തിൽ സംഘടിപ്പിച്ച വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളോടെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്തരമൊരു പരിപാടി പുതുവർഷത്തിൽ സംഘടിപ്പിച്ചത്. തിയേറ്ററിക് സൊസൈറ്റിയുടെ പ്രവർത്തനം കാസർഗോഡിന്റെ കലാ സാംസ്കാരിക കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുമെന്ന അഭിപ്രായമാണ് സാംസ്കാരിക പ്രവർത്തകർക്കുള്ളത്. നമ്മുടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ കലാകാരന്മാരുടെ ഒരു സംഘടനയാണ് കാസർഗോഡ് തിയേറ്ററിക്സ് എന്നുള്ള പേരിൽ രൂപം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സൊസൈറ്റിയുടെ കീഴിൽ ഈ പ്രദേശത്തുള്ള വിവിധ സംഘടനകൾ, കലാകാരന്മാരുടെ സംഘടനകൾ, മറ്റു സംഘടനകൾ അവരെല്ലാം കൂടെ ചേർന്ന് ഈ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും ഓരോ പരിപാടി അവതരിപ്പിക്കുകയാണ്. ഇതോടുകൂടിയിട്ട് കാസർഗോഡിൻ്റെ നഗരജീവിതം കുറച്ചുകൂടെ ഗംഭീരമായിട്ട് മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയും. ജനജീവിതം കുറച്ചുകൂടെ നിർഭയമാവും. സൊസൈറ്റിയിൽ അംഗങ്ങളായ വിവിധ സാംസ്കാരിക സംഘടനകൾ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. നഗരങ്ങളിലെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ പിന്തുണയും ഈ സംരംഭത്തിനുണ്ട്. ഇത്തരം പരിപാടികൾ കാസർകോട്ടെ ജനങ്ങളുടെ ഒരുമയും സൗഹൃദവും ശക്തിപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.